ചങ്ങായിമാർ വന്നിട്ട് തന്നെ വട്ടം കളഞ്ഞിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യല്, എന്താണ് ഏതാണെന്നൊക്കെ. ഞാൻ ഈ 2 ആഴ്ചത്തെ കറങ്ങലുകൊണ്ട് ഒരുമാതിരി കന്നഡം ഒക്കെ മനസ്സിലാകാൻ തുടങ്ങിയതുകൊണ്ട് കഴിച്ചിലേതാണ്. ഞാൻ ക്യാമറ ഒക്കെ ഓഫാക്കി വെച്ചു. ഈ ആനിമൽസ് ഒക്കെ ഈ വില്ലേജിലേക്ക് വന്നിട്ട് ഇവരെ കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല 2 ആൾക്കാരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പുലി ഈ കടുവ ഇവിടെ വന്നിട്ട്. ഫുഡ് നമുക്ക് സപ്ലൈ ചെയ്യണു. ഇവിടെ വൈറ്റ് റൈസും പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൈ കൊണ്ടാണ് എടുത്ത് വെക്കുന്നത്. പായസം ഇതൊന്ന് കാണൂ നിങ്ങൾ. ഇവിടെ അത്രയും സ്ഥലം, ഈ മുമ്പിൽ കാണുന്ന അത്രയും സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുതലാളിയാണ് ഈ ഇരിക്കുന്നത്, കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മുതലാളിമാർ ഇങ്ങനെ നടക്കുവോ സ്ഥലമൊക്കെ ഉള്ള? ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു ദ ചാനൽ. സുഹൃത്തുക്കളെ, ഞാൻ കർണാടകയിലുള്ള ഇൻറ്റീരിയർ പ്ലേസുകൾ, ഇൻറ്റീരിയർ വില്ലേജുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു യാത്രയിൽ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കെബ്ബപുര എന്ന് പറയുന്നൊരു വില്ലേജാണ്. ഇതും ചാമരാജനഗറിലുള്ള മറ്റൊരു ഹിഡൻ വില്ലേജുകളാണ്. അതായത് അധികം ആരും പോകാൻ സാധ്യതയില്ലാത്ത, നമ്മളൊരു ആക്സിഡൻ്റലി പോലും വഴിതെറ്റി പോലും വരാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രാമമാണിത്. കാരണം ഇത് ഒരുപാട് ഉള്ളിലാണ്. നമ്മൾ മെയിൻ റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗൂഗിൾ മാപ്പും ഒക്കെ തെറ്റിച്ച് കൊണ്ടുപോയാൽ പോലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എത്തിപ്പെടില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. കെബ്ബപുര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ഇവിടെ റോഡും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാം, ഒരു ജംഗ്ഷൻ കാണാം. ഇവിടെ ഒരു അരസമരം എന്ന് പറയും ഈ ഒരു മരത്തിന്. അരസമരം അങ്ങനെ ഒരു പേരാണ്. ആ ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് വില്ലേജേഴ്സ് ഇരിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതൊക്കെ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ നിന്നൊരു ഗൃഹപ്രവേശത്തിൻ്റെ പരിപാടിക്ക് വന്നിട്ട് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1500 പേര് ജീവിക്കുന്ന, 1500 പോപ്പുലേഷനുള്ള ഒരു ചെറിയൊരു വില്ലേജാണ് ഈ കെബ്ബപുര എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിനുള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ജംഗ്ഷനിൽ തന്നെ ഒരു കിണറുണ്ട്, കൽപ്പടവൊക്കെ കെട്ടിയിട്ടുള്ള ഒരു കിണറാണ്. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തന ശൂന്യമാണ്. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നല്ല ആഴുണ്ടല്ലോ എൻ്റെ മോനെ, നല്ല ആഴുണ്ട്. ഒരു തുള്ളി വെള്ളമല്ല. പക്ഷെ പുറത്തൊരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പാണ്. ഇതിൻ്റെ ടാങ്ക് ഇതല്ല, ഇത് വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വെള്ളം വന്ന് വീണുണ്ട്. ഇതിലിപ്പോൾ വെള്ളം വരുന്നുണ്ട് അത്ര. പക്ഷേ ഈ കിണർ നല്ല അടിപൊളി കിണറാണ്, പക്ഷെ തുള്ളി വെള്ളമല്ല. ഇത് ഇവിടുത്തെ നന്ദിനി മിൽക്കിൻ്റെ ഒരു കെട്ടിടമാണ്. ഇവിടെ ക്ഷീര കർഷകരൊക്കെ വന്നിട്ട് പാല് കൊടുക്കും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഒരു ബ്ലൂ കളറിലാണുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കളർ കോഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഇത് പ്രൈവറ്റ് ആയിരിക്കും എന്ന് ഓർത്തത്. പ്രൈവറ്റ് അല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. പക്ഷേ അവർ കളർ കോഡ് വരെ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വില്ലേജസൊക്കെ ഉണ്ട്, അവർ നമ്മൾ നോക്കുന്നുണ്ട്. ഈ സൈഡിലേക്കൊക്കെ വീടുകളാണ്. ഇന്ന് നല്ല മഴക്കാർ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ എപ്പോഴും ഏത് നിമിഷം പൊളിഞ്ഞ് ചാടാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ ഗ്രാമവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ മൈൻഡ് ചെയ്യാതെ പോയാൽ ശരിയാവില്ല. ನಮಸ್ಕಾರ. ಇದು ನಮ್ಮದು ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಗೊತ್ತಾ? ಗೊತ್ತು. ಅದೇ ಊರು ಚಿನ್ನ ಹಳ್ಳಿಗಳೆಲ್ಲ ಹೋಗಿ ಅಲ್ಲಿ ಇದು ಜನ ಹೆಂಗೆ ಅವ್ರಿಗೆ ಲೈಫ್ ಸ್ಟೈಲ್ ಎಲ್ಲ ಹೋಗಿದ್ದಾರಂತೆ ನೋಡಿ ಅದು ವಿಡಿಯೋ ಮಾಡಿ ಅಂತ ಯೂಟ್ಯೂಬಲ್ಲಿ ಇಡ್ತಾರೆ. ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ ಅಲ್ವಾ? ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಎಲ್ಲ ಇದೇ ಊರು ನಿಮ್ಮೆಲ್ಲ ಇದೇ ಊರು. ಏನ್ ಕೆಲಸ ನಿಮ್ಗೆಲ್ಲ ಕೆಲಸ ಮಾಡ್ತಾರಾ? ಇದು ಪಂಪ್ಸೆಟ್ ಅದು ಇದು ಮಳೆ ಎಲ್ಲ ತುಂಬಾ ಇದೆ ಇದನ್ನ ರಾತ್ರಿಯಿಂದ ಫುಲ್ಲ ಮಳೆ. ರೈಟ್. ಎಲ್ಲ ವ್ಯವಸಾಯ ಮೇಲೆ ಅದು ಬಾಧಿಪು ಇದೆ ನಿಮ್ದು? ವ್ಯವಸಾಯ ಎಲ್ಲ ಬಾಧಿಪು. ಮತ್ತೆ ಏನೇನು ವ್ಯವಸಾಯ ಮಾಡ್ತಾರೆ ಇಲ್ಲಿ? ಬಾಳೆ, ಟಮಾಟ, ಸೂರ್ಯಕಾಂತಿ, ಉಳ್ಳಿ. ಸೂರ್ಯಕಾಂತಿ ಸೀಸನ್ ಎಲ್ಲ ಹೋಯ್ತು.
ಓಕೆ 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 ನಿಮ್ಮೆಲ್ಲ ಅದೇನು ಕೆಲಸ ಮಾಡ್ತಾರೆ ಓಕೆ ರೈಟ್ 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 ಉಳ್ಳಿ ಮುಸ್ಕಿನ ಜೋಳ ಹಾ 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 ಎಲ್ಲ ಮಾಡ್ತಾರೆ ಎಲ್ಲ ಮಾಡ್ತಾರೆ ಅರ್ಧ ಬೇಸಾಯ ಹಾ ನೀರಾವರಿ ಇದ್ರೆ ಅರ್ಧ ಇದು ಕೂಲಿ ಕಂಪು ಅವ್ರು ಎಲ್ಲ ಕೂಲಿ ಕೆಲಸ ಎಲ್ಲ ಮಾಡ್ತಾರೆ ഓക്കെ അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് മയപ്പെടുത്തിയിട്ട് ഒന്ന് മജാക്കിയിട്ട് പോകണം അല്ലെങ്കിൽ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് അവരെ കൂളാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ഇവിടെ കുറെ പേര് വന്നിരിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഇവിടെ ഒരു ഗൃഹപ്രവേശം പരിപാടി ഉണ്ട്, അതിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരിത് ഇപ്പോൾ സമയം 12 മണിയായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അവർ അവിടെ ഗൃഹപ്രവേശത്തിൻ്റെ പരിപാടി പോയി പങ്കെടുത്ത് പിന്നെ തിരിച്ചു വന്ന് ഇവിടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കണ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച അവരോട് ഇത് ഇപ്പോൾ ഈ 12 മണി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ഇവരെല്ലാ പരിപാടികളും പെട്ടെന്ന് തീർക്കും. അത്ര പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വില്ലേജ് ആൾക്കാർ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഒരാൾ അവിടുന്ന് വരുന്നുണ്ട്, അയാൾ തുണിയൊക്കെ മടക്കുത്തിയിട്ടാണ് വരുന്നത്, എന്തോന്നറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ എന്താ ചോദിക്കാന്നറിയില്ല. ശരി, കൂളാക്കി പോകാം. ತೊಂದರೆ ಏನಿಲ್ಲ, ತೊಂದರೆ ಏನು ಅಂತಿಲ್ಲ. ಇವ್ರು ಎಲ್ಲೆಲ್ಲ ಮಾಡ್ಕೊಂಡೋಗಿ ಬೇರೆ ಬೇರೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗಳು ಕಳ್ಸೋದು. ഞാൻ കെബപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഇവരൊക്കെ ഈ ഗ്രാമത്തിലുള്ള ആളുകളാണ്. അവരെന്നെ കണ്ടു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനിവിടെ വന്നു, എന്താണ് ഇവിടെ ചെയ്യണത് എന്നൊക്കെ ചോദ്യം. അപ്പോൾ ഞാൻ ഇവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനെ യൂട്യൂബ് ചാനലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ മനസ്സിലായത് നമ്മളെ ചാനലിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടതൊക്കെ മനസ്സിലാക്കി. പക്ഷെ ഇവർക്ക് വേറെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അത്ര. അതായത് ഇപ്പോൾ ഇവിടെ ഫോറൻസിക് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ഇടയ്ക്ക് കടുവ ഇറങ്ങിയിട്ട് രണ്ടാളെ കടുവ അറ്റാക്ക് ചെയ്തത്ര. അപ്പൊ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ ഫോറസ്റ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ സ്ഥലത്ത് ഒരു വീട് കെട്ടാനൊക്കെ ഉള്ള പെർമിഷൻ ഒന്നും ഇപ്പോൾ അവർക്ക് കൊടുക്കില്ല എന്നാണ്. അപ്പോൾ ഈ മൂപ്പരെ വീട് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് മൂപ്പർക്ക് തോട്ടമുണ്ട്. ആ തോട്ടത്തില് മൂപ്പര് പുതിയൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അതിന് പെർമിഷൻ കൊടുക്കണില്ല എന്നാണ്. മൂപ്പര് സ്വന്തം സ്ഥലത്ത് മൂപ്പര് വീട് കെട്ടാൻ പെർമിഷൻ കൊടുക്കണം എന്നുള്ള പരാതികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഗ്രാമവാസികൾക്ക് ഉള്ളത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഈ ആനിമൽസ് ഒക്കെ ഈ വില്ലേജിലേക്ക് വന്നിട്ട് ഇവരെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല 2 ആൾക്കാരെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പുലി ഈ കടുവ ഇവിടെ വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ കെബപുര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം. അവർ ഫസ്റ്റ് തെറ്റിദ്ധരിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഇപ്പൊ അവർക്ക് ഓക്കെ ഞാൻ ആരാണെന്നും ചാനൽ എന്താണെന്നുള്ളവർക്ക് മനസ്സിലായപ്പോൾ അവർ വലിയ സന്തോഷം. ആൾ ഖുഷിയായി തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു വിധം അവരോട് എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ചങ്ങായിമാർ വന്നിട്ട് എന്നെ വട്ടം കളഞ്ഞിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യല്, എന്താണ് ഏതാണെന്നൊക്കെ. ഞാൻ ഈ 2 ആഴ്ചത്തെ കറങ്ങലുകൊണ്ട് ഒരുമാതിരി കന്നഡം ഒക്കെ മനസ്സിലാകാൻ തുടങ്ങിയതുകൊണ്ട് കഴിച്ചിലേതാണ്. ഞാൻ ക്യാമറ ഒക്കെ ഓഫാക്കി വെച്ചു. അവർ വന്നിട്ട് കുറച്ചു നേരം ഞാനൊരു അരമണിക്കൂർ അവിടെ വെള്ളം കുടിച്ചു. എന്നതിന് ശേഷമാണ് ഇപ്പോൾ ഓക്കെ ആയത്. ഇപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാനും കാണാനൊക്കെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ ഈ മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം കുറേ മുമ്പ് ഇവിടെ ഈ മലയാളികളൊക്കെ ടൂറിസ്റ്റായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് കർണാടക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അതായത് ഗുണ്ടൽപേട്ട് ഈ ഭാഗങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ പല വിനോദങ്ങളും അതിനൊക്കെ. അപ്പോൾ അവർ ഇത് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൊക്കെ വരും. നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ വന്നിട്ട് വേണ്ടാത്ത ചില ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ കർശനമായിട്ട് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല അടിയും കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർക്കൊക്കെ, മലയാളികൾക്കൊക്കെ. അപ്പോൾ എനിക്കിത് ആദ്യം അറിയായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാന്നുള്ളൊരു ധൈര്യത്തിൽ മനോധൈര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടില്ലേ, ഇതൊക്കെ ഇവരെ ഒരു മെയിൻ സെൻട്രൽ ഏരിയ ആണ് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ വീടുകളുണ്ട്, ഗല്ലിയിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരെ എങ്ങനെ ഞാൻ ഇത് മാനേജ് ചെയ്യും. അതുകൊണ്ടൊരു വീടിൻ്റെ മുൻവശം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇത് വീട് തന്നെയാണോ അതോ അമ്പലമാണോ? വീടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വില്ലേജാണ് ഈ എന്താണ് സ്ഥലത്തിൻ്റെ പേരും മറന്നല്ലോ, കെബപുര. കെബപുര എന്ന് പറയുന്ന ഒരു വില്ലേജ്. എല്ലായിടത്തുള്ള പോലെ തന്നെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ, ചെറിയ വീട്. കർഷകരാണ്, ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സംസാരിക്കുന്നതിനോടൊന്നും ഒരു സ്റ്റേഷൻ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. ഇവരോട് നോക്കുന്നുണ്ട്
പേടിയാണ്. ഇവരുടെ സ്വഭാവം ക്ലിയർ ആയി കഴിഞ്ഞാൽ ക്ലിയർ ആണ്, പക്ഷെ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ ഉണ്ടോ ഇങ്ങോട്ട്? ഇതൊരു അമ്പലമാണ് ഇവിടെ. ഇവിടെ വേറെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട് ഇത് സംഭവം. ഇതൊക്കെ വീടുകളാണ്, ഇവിടുത്തെ ചെറിയ വീടുകൾ. എങ്ങനെയാണ് ഇതിവിടെ ഒരു കിണറുണ്ട്. ഇതും ഭയങ്കര ഓൾഡാണ്, പഴയ കാലത്തെ കിണറാണ്. പക്ഷേ ഇതിലൊന്നും ഇല്ല, അതൊക്കെ മൂടി തോർന്നു പോയി. ഓക്കെ, ഇത് വീട് അല്ലേ? ഓക്കെ, ഇവിടെ വേറെ ദിവസം ഉണ്ടാകും. ഇവര് കൂളാട്ടോ, ഇവര് കാര്യം മനസ്സിലായി, കുഴപ്പമില്ല. ഓക്കെ അല്ലേ സാർ? സ്ട്രൈറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് ഈ വ്യവസായ ഗ്രാമത്തിലുള്ള ആളുകളുടെ വീട്. ഞാൻ എന്തൊക്കെയോ പറയണം, എൻ്റെ മൈൻഡ് ശരിക്കും ഈ വീഡിയോയിലില്ല. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നാൽ മതി. പ്രോബ്ലംസ് ഉണ്ടായാൽ അപ്പോൾ ഞാൻ ഓടും മറ്റേ അരസന്മാരുള്ള സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ പോയാൽ അവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ നടുക്ക് പോയി നിൽക്കും. എന്നിട്ട് പറയും എന്നെ തല്ലാൻ വരുന്നേന്ന്. ഓക്കെ അമ്മ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ വീടുകൾ. ഇരിക്കുന്നുണ്ടോ ഒരു വയസ്സായ ആൾക്കാരാണ്. ഇവിടെ വീടുണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്. ഇതാ വെള്ളം ഉണ്ട് എന്നുകൊണ്ട് എന്നെ പറഞ്ഞയച്ച ഒരു കിണറാണത്. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, എനിക്ക് പറയുന്നതൊക്കെ പേക്കാണ്. ഇതിൽ വെള്ളമുണ്ട്, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതല്ലോ നമ്മ ഇത് നമ്മളുടെ യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. താല്പര്യമുള്ളവർ സഹകരിക്കുക. നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടികൾ, അതുപോലെ തന്നെ കുരുമുളക്, ഏലം ഒക്കെ ഇത് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് സഹിതം തരികയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. പറ്റുന്നവർ സഹകരിക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതായത് അപ്പുറത്തേക്ക് കൃഷി സ്ഥലങ്ങളുണ്ട്, ഇവിടെ കുറേ വീടുകളുണ്ട്. വീടുകൾ എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ വീടുകളുണ്ട്, കാളവണ്ടികൾ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഒരു വേറൊരു പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ, ചെറിയ വീട് തന്നെയാണ് അതും, പക്ഷെ വേറൊരു സ്റ്റൈലാണ് കെട്ടുന്നതെന്ന് മാത്രം. ഇതിങ്ങനെ ഇങ്ങോട്ട് ചെറിയൊരു റോഡാണ്. പുതിയൊരു വീടിൻ്റെ ഓപ്പണിങ്, ഗൃഹപ്രവേശം നടക്കണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണെന്ന് തോന്നുന്നത്. ചെറിയൊരു പന്തലൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, അതുകൂടെ പറ്റിയാൽ കാണാം. ഓക്കെ, ഇവിടെയാണ് ആ പുതിയ വീട് ഓപ്പണിങ്ങിൻ്റെ സ്ഥലം. കണ്ടില്ലേ, ഈ വീടാണ് പുതിയ വീട് ഓപ്പൺ ചെയ്യണത്. ഇവിടെ വന്നിരുന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഇത് ഈ ഫംഗ്ഷന് വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ഫുഡ് തട്ടുകയാണ്. ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് അറിയണമെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ്. ഞാൻ ആ വഴി കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ എത്തിയതാണ്. സോ ഇതിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പോയി നോക്കാം. ആ ഭാഗത്തേക്ക് നല്ല സീനറിയാണ് കേട്ടോ, ടോപ്പ് സീനറി എന്ന് വെച്ചാൽ നല്ല മലനിരകളൊക്കെ ഉണ്ട്. മലനിരകളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു അടിപൊളി മലയൊക്കെ അപ്പുറത്ത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകിൽ തന്നെ വിളിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ബസ്വണ്ണയാണ് വിളിച്ചത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഓപ്പണിങ് നടക്കുന്നുണ്ട് ഇവിടെ. ആ വീട് ഇദ്ദേഹത്തിൻ്റെ പുതിയ വീട് പണിയാണ്. അപ്പോൾ മൂപ്പര് പുറകെ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോവാണ് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് എൻ്റെ ബാഗിൽ ഫുഡ് പാർസൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വില്ലേജിൽ പോകുമ്പോൾ ഫുഡ് കിട്ടില്ല എന്നിട്ട് പാർസൽ വാങ്ങി വെച്ചതാണ്. അപ്പോൾ മൂപ്പര് ഒരേ വാശി, ഞാൻ മൂർക്ക് വന്നത് സാപ്പിട്ടിട്ടാൻ പോണു അങ്ങനെ പറഞ്ഞു. ഇത് എന്ത്? ഇത് പപ്പടം, പപ്പട് അപ്പള, സാമ്പാർ, രസം, മಜ್ಜಿಗೆ ಅಂತ ಇದು തൈര്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ അതാണ് ഫുഡ്. റൈസ് ഇത് വൈറ്റ് റൈസ്. ബെല്ല റൈസ്. റൈറ്റ്. ഇത് കുർമ എന്താ? കുർമ ಹುಳಿ. ನಮ್ಮಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ഉളി. ഇത് കുറുമാണ് അത്ര. കുറുമക്ക് കർണാടകത്തിൽ ഉളി എന്നാണ് പറയാ. സ്വീറ്റ് ബർഫി, ഹാർലിക്സ് സ്വീറ്റ് ഹാർലിക്സ്, പായസം. പായസം. ഉപ്പൻകായ് ಇಂತ പിക്കിള് അച്ചാറാണ് കേട്ടോ. അത് അച്ചാറ്. അത് കൂട്ടുപൊരിയൽ. ಕಾಂಗ್ರೆಸ್ ಕನ್ನಡದಲ್ಲಿ ಕಾಂಗ್ರೆಸ್.
ಕಾಂಗ್ರೆಸ್ ಪೊಲಿಟಿಕಲ್ ಪಾರ್ಟಿ ಅಂತ ಪೀನಟ್ ಮಸಾಲ ಕೋಸ್ಮರಿ ಇದು ಪಾಯಸ ಅದು ಪಾಯಸ ಇದು ಪಲ್ಯಂ ಸೈಡ್ ಎಲ್ಲ ಇದೆಲ್ಲ ಹಾಕಿ ഓക്കെ ശരി. അപ്പൊ മൂപ്പര് വെച്ചിട്ടുള്ള ഫുഡൊക്കെ കാണിച്ചു തരാണ്. പിന്നെ ഇതൊക്കെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അപ്പൊ നമ്മളോട് ഇരിക്കാൻ പോവാം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കർണാടകയിൽ വന്നിട്ട് ഒരു ഹൗസ് വാമിംഗ് പരിപാടിയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നമ്മളെ മുമ്പിൽ ഇലയൊക്കെ ഇട്ടിരിക്കുന്നു. ഇനി അടുത്ത ഫുഡ് നമുക്ക് സപ്ലൈ ചെയ്യണു. ഇവിടെ വൈറ്റ് റൈസും പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൈ കൊണ്ടാണ് എടുത്ത് വെക്കുന്നത്. ഇത് പായസം, പിന്നെ നമ്മൾ കണ്ട വെജിറ്റബിൾസിന്റെ പിന്നെ കൂട്ടുപൊരികൾ ഒക്കെ ഉണ്ട്. ഇതൊരു സ്വീറ്റാണ്. പിന്നെ അച്ചാറ്. ഇതെന്താ കടല കുറുമ. ഞാനിപ്പോൾ ഇതാണ് തിന്നേണ്ടത്. ഒരുപാട് കയ്യേറ്റാണ് വെച്ച് വിളമ്പുന്നത്. ഇത് സംഭവം പായസം. ഇത്രയും സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് കഴിക്കണം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് റൈസ് തരുള്ളൂ തോന്നുന്നുണ്ട്. ഏതായാലും ഇത് കഴിക്കാം. റൈസ് ഒന്നും കുറച്ചിട്ടിട്ടുള്ളൂ. ഞാൻ സാമ്പാർ വെച്ചു. സാമ്പാർ റൈസാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അപ്പൊ അവിടെ കുറെ ആൾക്കാർ നമ്മളെ പരിചയപ്പെട്ടു. അതായത് ഇപ്പൊ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരാളോട് വന്നതല്ലേ എന്ന് വെച്ച് കുറെ പേര് വന്നിട്ട് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ സ്നേഹം കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടിക്കാണ്. ഇപ്പൊ മുമ്പ് ഞാൻ വന്നപ്പോൾ ഒരുപാട് പേടിച്ചു. പക്ഷെ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ഞാൻ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വൈറ്റ് റൈസും കുറെ കൂട്ടുപൊരിയലും അതൊക്കെ ആയിട്ടുള്ള ചെറിയ ഭക്ഷണം. ഞാൻ അധികം കഴിച്ചില്ല, കുറച്ച് കഴിച്ചേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് പുതിയ വീട്. ഇതിന്റെ ഓപ്പണിംഗ് പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അവര് ഇത് ഫംഗ്ഷൻ മാനേജറാ യാറ് ഇവര് മഹേഷ്. ഓക്കെ. ഇത് ಮನೆಕಾರ ಅವರು ಅವರು ಮಹೇಶ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಬೇರೆ ಹೇಳಿದ್ದಾರೆ ಫಸ್ಟ್. ഇവര് ഫാമിലി മൂപ്പര് ഈ വരുന്ന ആള് ഇവരൊക്കെ പുതിയ വീടിന്റെ ആൾക്കാരാണ്. ഓക്കെ. അതായത് മನೆ ಓನರ್. ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ನಿಮ್ದು ಹೆಸರು മഹേഷ്. മൂപ്പര് പേര് മഹേഷാണ്. അപ്പോൾ ഇതാണ് വീടിന്റെ ഓണർ എന്ന് പറഞ്ഞത്. അപ്പൊ വേറൊരാളിനെ വിളിച്ചത് ഇന്ന് മൂപ്പര് ഫാമിലിപ്പെട്ട ഒരാളായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ. ரொம்ப നന്ദി. അതെ. വീട് നമ്മളതിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. കാരണം ഈ പുതിയ വീടാകുമ്പോൾ അവർക്ക് ഒരുപാട് ആചാരങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മളത് തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ചെറിയ സിമ്പിളായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ ഭയങ്കര കണിശമായിട്ട് നോക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇവരും മാനേജറാ. റൈറ്റ്. കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഏതായാലും അപ്രതീക്ഷിതമായിട്ട് വന്നു. ഞാൻ ഫുഡൊക്കെ എൻ്റെ ബാഗിൽ പാർസല് ഫുഡുണ്ട്. പക്ഷെ അത് കഴിക്കാൻ എനിക്ക് പറ്റും തോന്നില്ല. ഞാൻ അധികം കഴിച്ചിട്ടില്ല, ലേശം കഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ടിട്ടുള്ള സപ്ലൈ ഉണ്ടല്ലോ, അത് കുറച്ച് പ്രശ്നമാണ് നമുക്ക്. ಮಲಯಾಳಿ. ಓಕೆ. ಅಲ್ಲಿ ಕಲಾ ವ್ಯವಸಾಯ ಅಲ್ಲಿ ಅದು ಏನೇನ್ ವ್ಯವಸಾಯ ಇದೆ ಅಲ್ಲಿ? ಕೋಸು ಬೇರೆ ಕಳೆ ಬೇರೆ ಇಲ್ಲಿ ಬೀಟ್ರೋಟ್ ಕೋಸು ತಕ್ಕಾಳಿ ಬೀನ್ಸ್ ಎಲ್ಲ ఉంది ಅಂಗಡಿಕಾಯಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಅದು ಅಂಗಡಿ ಇಲ್ಲ ಅಂಗಡಿಕಾಯಿ ವಾಟರ್ ಮೆಲಾನ್ ಮೇಲ್ಗಡೆ കള്ളಂಗಡಿ ഇല്ല. അവിടെ വത്തക്ക ಕೃಷಿയൊന്നുമിಲ್ಲ. ಗಿಡು ಬನ್ನಿ ಅಂದ್ರೆ ನಾ ಕರ್ಕೊಯ್ತೀನಿ. ನೀವು ಎಲ್ಲೂ ಕರ್ಕೋದ್ರೆ ನಾ ಕರ್ಕೊಯ್ತೀನಿ ಅಲ್ಲಿ. ಸರಿನಾ? ನೀವು ಬರ್ತೀವಿ ಅಂದ್ರೆ ನಾ ಕರ್ಕೊಯ್ತೀನಿ. ಅದು ಏನ್ ಬೆಟ್ಟ ಇದಲ್ಲಿ? ಬೆಟ್ಟ ಏನ್ ಬೆಟ್ಟ ಅದು?
ಬೆಟ್ಟಾಗ ಹೆಸರು ಸಿಂಬೇಡ ಅಲ್ಲಿ ಮನೆಯಲ್ಲೆಲ್ಲ ಇದು ಇಲ್ಲ ಎಲ್ಲ ಫಾರೆಸ್ಟ್ ಎಲ್ಲ ಫಾರೆಸ್ಟ್ ಅಲ್ಲಿ ಹೋಗದಂತೆ ಫಾರೆಸ್ಟ್ ಅಂತ ಏ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಈ ಬೆಟ್ಟ ಇಲ್ಲ ಹಾ ನೆಕ್ಸ್ಟ್ ಫಾರೆಸ್ಟ್ ಆನೆ ಹುಲಿ ಸಿಂಹ ಎಲ್ಲ ಇಲ್ಲ ಎಲ್ಲ ಒಂದು ರೈಟ್ ರೈಟ್ ಸಿಂಹ ಇಲ್ಲ ಸಿಂಹ ಇಲ್ಲಿ ಇಲ್ಲ ಟೈಗರ್ ಟೈಗರ್ ಇದೆ ಎಲಿಫೆಂಟ್ ಎಲಿಫೆಂಟ್ ಅಷ್ಟೇ ಇದು ಕೋಸಿನ ಬೆಡ್ ಇದು ಕೋಸು ಕೋಸು ಕೋಸಿನ ಬೆಡ್ 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 ಇನ್ನೂ ಸ್ಟಾರ್ಟ್ ಆಗಿಲ್ಲ ಸ್ಟಾರ್ಟ್ ಆಗಿಲ್ಲ ಇನ್ನೂ ಹಾಕಿಲ್ಲ ಹಾಕಿಲ್ಲ ಬೆಡ್ ಓಕೆ ಇದು ಕೋಸು ಇಡಲ್ಲ ನಮ್ಮ ಏರಿಯಾ ಫೇಮಸ್ ಅಂದ್ರೆ ತಕ್ಕಳಿ പച്ചക്കറിക്ക് ഫേമസ് ಅಂದ್ರೆ ನಮ್ಮ നാട് ಕೋಸು தெரியுது പച്ചക്കറിക്ക് ഭയങ്കര ഫേമസ് ആണ് തലവര നാട് ഇത് കഴിച്ചിട്ടേ ഉള്ളൂ ಆಲೂಗಡ್ಡೆ ಆಲೂಗಡ್ಡೆ ಹಾರ್ವೆಸ್ಟಿಂಗ್ ಹೋಯ್ತು ಮುಡಿದಿತ್ತು ಎಲ್ಲ ಹೋಯ್ತು ರೆಡಿ ನೆಕ್ಸ್ಟ್ ಅಂತ ರೆಡಿ പൊട്ടാറ്റോ റൈറ്റ് ആലൂഗഡ്ಡೆ ಕೋಸು റൈറ്റ് 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 ഇവിടെ മഞ്ഞളുണ്ട് ഇത് മഞ്ഞളാണ് ഒരു അരിഷ്ണ എന്ന് പറയും കേട്ടോ അരിഷ്ണ ಇದು കൂടുതൽ കൃഷി ചെയ്യുന്നത് ಆರಂಭ ಆರಮ ಅಂತ ಬರಿ ಏನಾರು ಮಾಡಕ್ಕೆ ಮುಂಚೆ റൈറ്റ് റൈറ്റ് ഓക്കെ ഓക്കെ ഇത് വന്നിട്ട് ഇപ്പൊ ഇത് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ഏറ് പൂട്ടിയിട്ടിരിക്കുന്നതാണ് എവിടെ പിന്നെ ഏതാണ് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള വെച്ചാൽ അവർ ചെയ്യും പിന്നെ ഞാൻ ഇവരുടെ അടുത്തേക്ക് ചോദിച്ചിട്ടേക്ക് സംസാരിച്ച് ഞാൻ ചിലപ്പോൾ പറയണത് ഞാൻ തെറ്റിദ്ധരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ പറയണത് ആധികാരികമായിട്ട് ആരും എടുക്കരുത് കേട്ടോ കാരണം എൻ്റെ അറിവില്ലായ്മയായിരിക്കും ഞാൻ പലതും പറയും അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് ചില കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് ആദ്യം ഒരു ഡിസ്ക്ലൈമർ ഇടാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പുതിയ ഭാഷയാണ് അപ്പോൾ അവർ ഇപ്പോൾ ഭാഷ നമ്മൾ ഒപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഈ ഒരു സാധനങ്ങളുടെ പേര് സംഖ്യ അതൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ മാറ്റി പറയും അപ്പോൾ അത് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇത് ബീട്രൂട്ട് ഇവിടെ ബീട്രൂട്ടൊക്കെ ഉണ്ട് ഞാൻ ബീട്രൂട്ട് ആദ്യമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കാണുന്നത് ബീട്രൂട്ട് ഇത് ആദ്യത്തെ ഇത് ഓക്കെ ഓക്കെ ഇട്ടുകണ വിത്ത് ഇട്ടുകണതിൽ അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ കൃഷി നടക്കുന്നുണ്ട് അവിടെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് കോസാണ് പോയി നോക്കാം ചുവന്നുള്ളിൻ്റെ പാടാണ് ഇവിടെ ഉള്ളി ഇവർ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഉള്ളി ഇപ്പുറത്തേക്ക് ഇത് കോസാണ് കോസ് ഉണ്ട് അത് അവിടെ കുറച്ച് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെന്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് മഞ്ഞൾ അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വാഴ കൃഷിയുണ്ട് ഇവിടെ കാറ്റ് കുറഞ്ഞ പ്രദേശമാണ് ഇവിടെ കാറ്റ് കൂടുതലുള്ള സ്ഥലത്ത് ഈ വാഴക്കൃഷി നടക്കൂല നമ്മൾ മുമ്പ് പോയ സ്ഥലത്ത് ഭയങ്കര കാറ്റായതുകൊണ്ട് അവർക്ക് പിന്നെ വാഴക്കൃഷി പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവർ വേറെയുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്തിരുന്നത് പക്ഷേ ഈ ഭാഗത്തേക്ക് കുറേ വാഴക്കൃഷിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നാഗേന്ദ്ര പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഓണർ ഓക്കെ മൊബൈൽ ഇവിടെ കോസ് ഇതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പണിക്കാർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇല വെട്ടിയിട്ട് വരികയാണ് അപ്പോൾ അവർക്കെല്ലാം ഊട്ട കൊടുത്തിരാണ് റൈറ്റ് റൈറ്റ് അപ്പോൾ മൂപ്പര് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല വെട്ടിയിട്ട് വരികയാണ് ഒരു ഫുഡ് കൊടുക്കാൻ പോകുന്നത് അപ്പുറത്ത് നമുക്ക് വേറൊരു ಕಾഴ്ಚ ഉണ്ട് പോയി കാണാം ಜೋಳ ಎರಡು ಜೋಳ ಅಂತ ಹೇಳಿದಾರೆ ಅದು ಸಂಜೋಳೆ ಅದು ಇದು ಮುಸ್ಕುಂಜೋಳೆ ಎರಡು ಇದು ಊಟ ಇದು ಊಟಕ್ಕೆ ಅದು ಊಟ ಆಗಿಲ್ಲ അവിടെ ചോളം 2 വിധം ഉണ്ട് അത്ര അവിടെയുള്ള ചോളം അവിടെ കുറെ ചോളം ഉണ്ട് അതാണ് നമ്മൾ കഴിക്കുന്ന ചോളം ഇവിടെ വേറെ ഒന്നുണ്ട് അത് വേറെ എന്തൊക്കെയോ ഇവൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ശരി ഓക്കെ ഇപ്പൊ ഇവിടെയാണ് ഈ ഗ്രാമത്തിന്റെ യഥാർത്ഥ കൃഷി പുലരുന്ന ഒരു സ്ഥലം ವ್ಯವಸಾಯ ಅವರು ವ್ಯವಸಾಯಿ ಓನರ್ ಓನರ್ ಅಲ್ಲಿ ಅವ್ರದ್ದು ಇದು ಜಮೀನ್ ഓണർ ഇവരോ സാല ಹೊಡೆಯಕ್ಕೆ ಬಂದಿರೋ ഇതൊന്ന് കാണൂ നിങ്ങൾ ഇവിടെ ഇത്രയും സ്ഥലം ഈ മുമ്പിൽ കാണുന്ന ഇത്രയും സ്ഥലം ഉണ്ടല്ലോ അവിടെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മുതലാളിയാണ് ഈ ഇരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മുതലാളിമാർ ഇങ്ങനെ നടക്കുവോ സ്ഥലമൊക്കെ ഉള്ള നടക്കൂല ಓನರ್ ಓನರ್ ദിസ് ഈസ് ഓണർ ಈರುಳ್ಳಿ ಬೆಟ್ಟ ಇದು ಈರುಳ್ಳಿ ಸಣ್ಣ ചെന്ന ഉരുളി ഓക്കെ ഇതാണ് ഓണർ ഇവിടെ ഈ ചെറുള്ളിയാണ് ഇപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്നത് അതിനുള്ള സ്ഥലം ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്നത്
ബെഡോ ഞാനിപ്പോ ഇവിടെ എയർ പൂട്ടിക്കൊണ്ടിരിക്കണ ചെന്നൈ ചിന്നോരളിയില്ലേ ആ ಇವರು ಓನರ್ ಎತ್ತು ಓನರ್ ಇಬ್ರು ಓನರಾ ಓನರ್ ಎಷ್ಟು ಓನರು ಟೋಟಲ್ ಒಬ್ರೆ ಎತ್ತಿಗೆ ಅವರು ಬಾಡಿಗೆ ബാടിക പേരാണ് ഹലിസ്ന നമ്മുടെ നാട്ടിൽ ചക്ക എന്ന് പറയും ഹലിസ്ന ಹಣ್ಣು ഹലിസ്ന അണ്ണു എന്താ നമുക്ക് പേരൊക്കെ ഇപ്പം പറയുന്നത് എന്തൊക്കെയോ തന്നെയാണോന്ന് അറിയില്ല ಮೇವು ഇത് ഹുല്ലു ഹുല്ലു ಹುಲ್ಲು ഇത് ഹസു ഊട്ട ಊಟ ആ പശുക്കള് തിന്നുന്ന സാധനമാണ് ഇത്ര ഹുള്ളു എന്നാണ് ഇതിന് പറയാ നമ്മുടെ നാട്ടില് പുല്ലെന്ന് പറയും ഭയങ്കര കേടിങ്ങാണ് പുല്ലും ചപ്പും ചവറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാന് ಉಳ್ಳಿ ಗುಂಡು ഉള്ളി ഗുണ്ടു ಇದು ആ, ಕೊಟ್ರ ಮಾಡ್ಬಿಟ್ಟು ആ. ಗುಂಡು ഇത് ഗുണ്ടു ഗുണ്ടു ഇത് ഗുണ്ടു എന്ന് പറഞ്ഞാൽ ഉരുട്ടാന്ന് തോന്നുന്നു അല്ലേ ഇത് പിന്നെ ഇത് ചെയ്തതിന്റെ ശേഷം ലെവലാക്കാൻ വേണ്ടിട്ട് ഉരുട്ടണാണ് അത്ര എന്തോ ഇവന് ഭയങ്കര ഇതാണ് കുറച്ച് വെള്ളം ഓടിച്ചിട്ടുണ്ട് പ്രശ്നം ശരി മഴ ചാറുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ അവിടുന്ന് പുറത്ത് ചാടി വരുന്ന വഴിക്ക് വേറൊരു ടെസ്റ്റ് ഉണ്ടായി കാരണം മറ്റൊന്നുമല്ല ഞാനങ്ങ് അവിടെ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിൽ തടിച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നെ വിളിച്ചു ഇവിടെ മുന്നിലേക്ക് നിൽക്കാനൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളി മിലിറ്ററിക്കാരനാണ് അത്രേ അപ്പോൾ അയാൾ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യില്ല ആരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്തൊക്കെയാ പിന്നെ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടില്ല ഞാൻ പാവമാതിരി നിന്നു അവസാനം പുള്ളിക്ക് മനസ്സിലായി ഇത് എന്താ മുണ്ടാപ്രാണി എന്നിട്ട് പോകാൻ പറഞ്ഞു അവസാനം അങ്ങനെ ഞാൻ വന്നു ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഏതായാലും ഇന്നത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഫുഡ് കഴിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി പക്ഷേ എനിക്ക് നല്ല ഭക്ഷണമായിരുന്നു അത് നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരെ കൈ കൊണ്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ എടുത്തു കൊടുക്കുന്നത് അത് നമുക്ക് അത്ര ഒരു എന്താ പറയുക നമുക്കത്ര ഒരു രുചിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഹൈജീനിക് അല്ലാത്ത ഒരു ഫീൽ ചെയ്യും അതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ പല രീതിയിലും അവരകത്തുനിന്നൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കാണുന്നില്ലല്ലോ ലൈവായിട്ട് നമ്മളെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വ്യത്യാസമുണ്ട് അപ്പം അതൊരു ഇതായിപ്പോയി പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു പക്ഷേ ഒരു തൃപ്തിയായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റിയില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വാങ്ങിച്ച ഫുഡ് ഇപ്പോഴും എൻ്റെ ബാഗിലിരിക്കുന്നുണ്ട് അതിനി കഴിക്കാൻ പറ്റും തോന്നില്ല അപ്പോൾ ഏതായാലും ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് കുറേ കമൻ്റൊക്കെ ചെയ്യണം വീഡിയോക്ക് റീച്ച് കുറവായതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തൊക്കെ സഹകരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം ചായപ്പൊടി ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ